ഹലോ. അപ്പോൾ ദേ ഇന്ന് നമുക്ക് നല്ല ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ ബീഫൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ബീഫൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വരട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 10-15 ചെറിയ ഉള്ളിയും കൂടെ എടുക്കണം. അതും ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ചേർക്കുന്നത് ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കണം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 7-8 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അത് ദേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലപ്പൊടികളും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ അതേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയാണ് നമ്മളിതൊന്ന് വരട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇത് വരട്ടും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ദേ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഈ പാകത്തിനാണിത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയതൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.